respected President of today's meeting, Janaba Seytt Sahab, KK Kunya Ahmed Sahab, KK Kunya Ahmed Sahab, Bashir Sahab, all other leaders seated on the dais, my dear brothers, Assalamu alaikum wa rahmatullahi wa barakatuh. ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യനായ സനർ സാഹിബ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മുസ്ലിം ലീഗ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ട കാരണവന്മാരെ, എല്ലാവരിലും ദൈവത്തിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. I am starting my speech with the words of great famous thinker who was also a pastor in Germany during Nazi Hitler's time. He said in his famous words that first they came for the socialist. I did not stand up because I was not a socialist. Then they came for the trade unionists and the farmers. I did not stand up because I was not a trade unionist nor a farmer. Then they came for the Jews. I said, I am not a Jew, I will not stand up. Then finally when they came for me, there was nobody to stand up for me. Today I have decided to stand up. Today I have decided to stand up. Stand up for humanity before it's very late. Stand up for every citizen of this country, irrespective of he being a Hindu, Muslim, Christian, Sikh or Parsi. I request you all, if you want to stand up and break your silence, please stand up. Please stand up and repeat with me. When I say Bharat, you say Hamara hai. When I say Hindustan, you say Hamara hai. Indiche nilkega. 1 minute you stand up. Please stand up. Bharat Hamara hai. Bharat Hamara hai. Hindustan Hamara hai. Hindustan Hamara hai. Thank you so much. എന്റെ പ്രസംഗം നാസി കാലത്തെ പ്രശസ്തനായിട്ടുള്ള ജർമ്മൻ ചിന്തകൻ, കവിയും ചിന്തകനുമായിട്ടുള്ള മുള്ളേറുടെ അതിപ്രശസ്തമായിട്ടുള്ള വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാകണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 1930കളിൽ ജർമ്മനിയിൽ ഫാസിസം കീഴടക്കിയ നാളത്ത് എങ്ങനെയാണ് ജർമ്മനിയിലെ ഓരോ മേഖലകളെയും കീഴടക്കിക്കൊണ്ട് ആ രാജ്യം ഒരു ഫാസിസ്റ്റ് രാഷ്ട്രമായത് എന്ന് തന്റെ ചിന്താർഹമായ വാക്കുകളിലൂടെ മുള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അവരാദ്യം വന്നത് ജൂതന്മാർക്ക് നേരെയായിരുന്നു, പക്ഷേ ഞാനൊരു ജൂതനല്ലാത്തത് കൊണ്ട് ഞാൻ മൗനം പാലിച്ചു. പിന്നീട് അവർ വന്നിട്ടുണ്ടായിരുന്നത് കത്തോലിക്കർക്ക് നേരെയായിരുന്നു, ഞാനൊരു കത്തോലിക്കനുമായിരുന്നില്ല, അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. പിന്നീട് അവർ വന്നത് ഇടതുപക്ഷത്തിന് നേരെയായിരുന്നു, ഞാനൊരു ഇടതുപക്ഷക്കാരനുമായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ മറുത്തൊന്നും പറഞ്ഞില്ല. പക്ഷെ അവസാനമായി അവർ വന്നത് എനിക്ക് നേരെയായിരുന്നു. എനിക്ക് നേരെ അവർ വന്നപ്പോ എനിക്ക് വേണ്ടി സംസാരിക്കാൻ അന്ന് ജർമ്മനിയിൽ ആരും ബാക്കിയായിരുന്നില്ല. അങ്ങനെ സമൂഹത്തിന്റെ ഓരോ തുറകളിലുള്ള ആളുകളെയും കീഴ്പ്പെടുത്തി ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഫാസിസം കടന്നു വരിക എന്ന് ജർമ്മൻ ചിന്തകനായിട്ടുള്ള മുള്ളേർ അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്.
നമുക്ക് ഈ നിർണായക ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തും ഫാസിസം അതിന്റെ കരാള ഹസ്തങ്ങൾ ജനങ്ങൾക്ക് മേലെ അമർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയണം, ഞങ്ങളുണ്ട്, ഞാനുണ്ട്, ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഫാസിസത്തിന്റെ പീഡിയിലേക്ക് ഈ രാജ്യത്തെ വിട്ടുകൊടുക്കില്ല. ഈ രാജ്യത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയും ജാതിയുടെയും മതത്തിന്റെയും വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ എല്ലാവരുടെയും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ ഉണ്ട് എന്ന് ഉച്ചത്തിൽ ആവർത്തിച്ച് നാം പറയേണ്ട ഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത്. Like my friend Muhammad Sahab said, for the last 6 years this fascist government of Bharatiya Janata Party has been testing waters since it came to power in 2014. First, they brought about demonetization. We did not speak. We did not utter a word. Then they said, we will abrogate Article 370. We did not react. Then the Triple Talaq Bill, instant Triple Talaq Bill, was introduced in the Parliament and passed in both the houses. You know, nobody reacted. And finally, when the Citizen Amendment Act was passed in both the houses of the Parliament, it is not we, the politician, who gave the clarion call. It is the youth, the students of Aligarh Muslim University, Jamia Millia Islamia, Banaras Hindu University, Delhi University, and many more universities around the countries came out on the streets pledging support to the movement of democracy against these people whose masters, the dictates, are brought out from Nagpur and Israel. നോക്കൂ, നിങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് ഫാസിസം ജർമ്മനി കീഴടക്കിയത് എന്നതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിലേക്കും ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഷ്കർ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നാം പാലിച്ച ഒരു മൗനമുണ്ട്. കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ രാജ്യം ഭരിച്ചപ്പോ, പ്രത്യേകിച്ച് രണ്ടാമത്തെ ഭരണം ഈ രാജ്യത്ത് വന്നപ്പോ അവരുടെ നയനിലപാടുകളോട് നാം പുലർത്തിയ മൗനവും നിസ്സംഗതയും ഉണ്ട്. അതിനെ മുതലെടുത്തുകൊണ്ടാണ് ഈ ശക്തികൾ RSSന്റെയും ഫാസിസത്തിന്റെയും ഓരോ നയങ്ങളും ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ നോട്ട് നിരോധനം നടത്തിയപ്പോൾ അത് ഈ രാജ്യത്തെ സമ്പന്നർക്ക് വേണ്ടിയായിട്ടും നമുക്ക് വേണ്ടത്ര പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. രാജ്യത്ത് ഒരു സമൂഹത്തെ, രാജ്യത്തെ വിവിധ ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഒരു വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന രീതിയിൽ മുത്തലാഖ് നിയമം ഈ രാജ്യത്തിന്റെ പാർലമെന്റ് പാസ്സാക്കിയെടുത്തപ്പോഴും നമ്മൾ മൗനത്തിലായിരുന്നു. വീണ്ടും നമ്മൾ കണ്ടത് ഇന്ത്യ രാജ്യത്തിലെ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതയുള്ള സംസ്ഥാനമായിട്ടുള്ള ജമ്മു കാശ്മീർ. ആ ജമ്മു കാശ്മീരിന് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു നൽകിയിട്ടുള്ള 370-ാം വകുപ്പ് എടുത്തുമാറ്റിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിന് ഈ രാജ്യം കൊടുത്തിട്ടുള്ള എല്ലാ ഉറപ്പുകളെയും ലംഘിച്ചുകൊണ്ട് ഭരണഘടനയെ തകർക്കാൻ ശ്രമിച്ചപ്പോഴും അതും നമ്മളെ ബാധിക്കില്ലല്ലോ എന്ന് കരുതി നാം ആരും ഒന്നും അനങ്ങാൻ പോയില്ല. അങ്ങനെ നമ്മൾ മൗനം ആവർത്തിച്ച് പാലിച്ചപ്പോഴാണ് ഫാസിസം അതിന്റെ തീവ്രമായിട്ടുള്ള ആശയങ്ങളിലേക്ക് കടന്നു വന്നതും ഏറ്റവും ഒടുവിലായിട്ട് പൗരത്വ ബിൽ എന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ബില്ല് ഇന്ത്യ രാജ്യത്തിന്റെ 2 പാർലമെന്റിലും പാസ്സാക്കിയത് എന്ന് നമുക്കിവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും നമുക്ക് മൗനികളായിട്ട് നിൽക്കാൻ കഴിയില്ല. ഈ ഫാസിസ്റ്റ് ഭരണത്തെ ഇന്ത്യ രാജ്യത്ത് നിന്ന് തകർത്തെറിയുക എന്നുള്ളത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യന്റെയും വർത്തമാനകാലത്തെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ രാഷ്ട്രീയക്കാർക്കും അപ്പുറത്ത് ഇന്ത്യ രാജ്യത്തിലെ പുതിയ തലമുറ വിദ്യാർത്ഥികളും യുവാക്കളും ഈ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ക്യാമ്പസുകളെ സജീവമാക്കുന്ന ചിത്രമാണ് പാർലമെന്റ് നിയമം പാസാക്കിയ തൊട്ടടുത്ത ദിവസം മുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ജാമിയ മില്ലിയയിലെയും അലിഗഡ് സർവകലാശാലയിലെയും ബനാറസ് ഹിന്ദു സർവകലാശാലയിലെയും
യൂണിവേഴ്സിറ്റിയിലെയും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെയും വിദ്യാർത്ഥികളാണ് ഇന്ന് രാജ്യത്താകമാനം മലയടിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് മുന്നിൽ നിന്നത് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ലോക ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം, വിദ്യാർത്ഥികളും യുവാക്കളും നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു പ്രക്ഷോഭവും ലോകത്ത് ഇന്നേ വരെ പരാജയപ്പെട്ടു പോയിട്ടില്ല എന്നുള്ളത് ഈ പ്രക്ഷോഭത്തിന്റെ മുഖത്ത് നമുക്കെല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. Usually in democracy, the masses, the people, you and me are the masters. The elected representative are subservient. They are for the service of the humanity that lives in that country. But sadly, what you are witnessing today is the fascism at its heights, where these people are using brute force against our students community in Banaras Hindu University, in Jawaharlal Nehru University and all other universities. We cannot remain fat spectators to the thing that's happening today. But let me remind you, how can you talk to a fascist regime? If you're talking to somebody who believes in democracy, in secularism, they will have dialogue with you. Here, they are not coming forward to have a dialogue with any section of the Indian society. I am reminded by the autobiography written by Nelson Mandela. In that he says, in one of the chapters he says, I was inspired by the movement of Ahimsa, the movement of Swadeshi movement, of self-determination. I was impressed by the movement headed by Mahatma Gandhi in India. But then I realized Mahatma Gandhi was dealing, the Indian independence movement was dealing with 400-year-old Democrats. But the government, the apartheid government in South Africa was a fascist government. If I go to fast unto death, I will die, because the fascist South African government will say, if Nelson Mandela dies, let him die. The same attitude is what is there with the present government of BJP in Delhi. നോക്കൂ, നിങ്ങൾ ജനാധിപത്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ ജനങ്ങളുടെ ആധിപത്യത്തെയാണ് അത് പ്രതിനിധീകരിക്കുന്നതും ആവിഷ്കരിക്കുന്നതും. നാം തെരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ സേവകന്മാരായിട്ട് ഈ രാഷ്ട്രത്തെ സേവിക്കേണ്ട പൊതുപ്രവർത്തകരാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് ഇന്ത്യ രാജ്യത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാജ്യത്തെ ഭരണകൂടം തന്നെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട്, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോടും യുവാക്കളോടും അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അവർക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് അവരെ അവസാനിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലപാടുകളുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ജനാധിപത്യത്തോട് നമുക്ക് ഈ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ പ്രക്ഷോഭം ഉയർന്നു വരുമ്പോ സാധാരണ ഒരു ഭരണകൂടം ജനാധിപത്യത്തോടും ഭരണഘടനയോടും മാനവികതയോടും താല്പര്യമുള്ള, അതിനെ മാനിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് എങ്കിൽ ഇത്രയും വലിയ പ്രക്ഷോഭ കൊടുങ്കാറ്റ് ഒരു രാജ്യത്ത് ഉയർന്നു വരുമ്പോ ആ പ്രക്ഷോഭകരോട് മാന്യമായി സംസാരിച്ചുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളത് തന്നെയാണ് ഒരു ഭരണകൂടം ചെയ്യേണ്ടത്. പക്ഷെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്താണ് എന്ന് പറഞ്ഞാൽ, ഈ രാജ്യത്തിന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് ഈ ജനാധിപത്യത്തോടും മാനവികതയോടും അവർക്കൊരു തരം പുച്ഛമാണ്. അങ്ങനെയുള്ള ആളുകൾ ഈ ജനാധിപത്യത്തിന് വേണ്ടി സമരം നടത്തുന്ന ആളുകൾ അവരുമായിട്ട് സംസാരത്തിനോ ചർച്ചക്കോ തയ്യാറാവും എന്ന് കരുതുന്നത് ഏറ്റവും വലിയ മൗഢ്യമാണ് എന്ന് നമുക്കിവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ വീണ്ടും ഓർക്കുകയാണ്, ലോക പ്രശസ്തനായിട്ടുള്ള മുൻ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേല, അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ഒരു പേജിൽ, ഒരു അധ്യായനത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിലെ ഫാസിസ്റ്റുകളായിട്ടുള്ള ഏകാധിപതികളായിട്ടുള്ള ഭരണാധികാരികൾക്ക് നേരെ പ്രക്ഷോഭം നയിച്ചപ്പോ ഞങ്ങൾക്ക് പ്രചോദനമായി നിന്നത് ഒരുപക്ഷെ ഇന്ത്യ രാജ്യമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ
സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മഹാത്മാഗാന്ധിജി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള അഹിംസയുടെയും സ്വദേശിവാദത്തിന്റെയും മനോഹരമായിട്ടുള്ള സമാധാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സമര പോരാട്ടം ഞങ്ങളെയൊക്കെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. പക്ഷെ അതിന്റെ കൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാട്ടം നടത്തിയത് നൂറ്റാണ്ടുകളോളം ജനാധിപത്യത്തിന്റെ വഴിയിൽ സഞ്ചരിച്ച ഒരു രാജ്യത്തോടും ആ രാജ്യം നയിക്കുന്ന നേതാക്കളോടുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് സാധ്യമായിരുന്നില്ല. കാരണം അന്ന് ഞങ്ങളുടെ രാജ്യത്ത് ഭരണം നടത്തിയത് ഏകാധിപതികളായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധരായിട്ടുള്ള ആളുകളായിരുന്നു. ഞാൻ പറയുന്നത് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിൽക്കുന്നത്. ഈ ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത, അതിനോട് പുച്ഛ മനോഭാവമുള്ള ഒരു ഗവൺമെന്റ് ഈ രാജ്യം ഭരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. And I salute the I salute the people of Shaheen Bagh in Delhi, braving the winter, young and old, infants have been passing more than a month now, and the resolute and the bravery of these people have to be saluted. I pledge, we, the Indian Union Muslim League, pledges solidarity with the brave people of Shaheen Bagh. At the same time, we have to continue this movement in a non-violent pattern, then only we will succeed. We have no doubt whatsoever that falsehood will perish and truth will become victorious. And those days are not far away. Arabian Sea, we all know, is very close to Kerala. In Perambara you don't have Arabian Sea, but you go a little further towards Calicut or that side, you find Arabian Sea. Those days are not far away. Samayam viduramella. Amit Shah, Narendra Modiye, ee Arabikadalil, ee janam tatum. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള മുഖം എന്ന് പറയുന്നത് ഇന്ന് ഡൽഹിയിലെ ഷാഹിൻ ബാഗിൽ നമുക്ക് കാണാൻ കഴിയും. രാജ്യം ഭരിക്കുന്നത് ഒരു ഏകാധിപത്യ ഭരണകൂടമായതുകൊണ്ട് തന്നെ ഇവരുടെ നിലപാടുകളെ തിരുത്താൻ ഏറ്റവും സാധ്യമായിട്ടുള്ള ഘടകം നിരന്തരമായിട്ടുള്ള ജനാധിപത്യ രീതിയിലുള്ള പ്രക്ഷോഭത്തിന്റെ വഴികളാണ്. ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടാണ് ഡൽഹിയിലെ ഷാഹിൻ ബാഗിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി ആയിരക്കണക്കിന് ആളുകൾ, അതിലേറെ പേരും സ്ത്രീകളാണ്, കൊടും മഞ്ഞിലും തണുപ്പും വകവെക്കാതെ പ്രത്യേകിച്ച് ഉടുപ്പുകളൊന്നുമില്ലാത്ത പാവങ്ങളായ ആയിരക്കണക്കായ ജനങ്ങളാണ് ഷാഹിൻ ബാഗിൽ നിരന്തരമായി
ഈ രാജ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും ഭരണഘടന നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ മുന്നണിയിൽ നിൽക്കുന്നത്. നാം ഈ ഘട്ടത്തിൽ അവരെ അഭിവാദ്യം ചെയ്യുകയാണ്. തീർച്ചയായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ജനാധിപത്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തീരുന്ന എല്ലാ വിഭാഗം ജനങ്ങളോടും ഐക്യപ്പെടുന്നതിനു വേണ്ടിയും അഭിവാദ്യം ചെയ്യുന്നതിനു വേണ്ടി കൂടി ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ ഷാഹിൻബാഗിന്റെ സമരത്തെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തിലെ ഏറ്റവും കരണീയമായിട്ടുള്ള മാതൃക അതാണ്. ഏറ്റുമുട്ടലുകൾക്കും അപ്പുറത്ത് നിരന്തരമായിട്ടുള്ള സഹന സമരമാണ് പാവങ്ങളായിട്ടുള്ള ആയിരക്കണക്കായിട്ടുള്ള ജനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളാകെ നിരന്തരമായി ജനാധിപത്യത്തിന്റെ വഴികളിലൂടെ സമരം നടത്തിയിട്ട് വേണം ഇവരെ അധികാരത്തിൽ നിന്ന് പുറത്താനും ഈ ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ തിരുത്തിക്കാനുമെന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ലോക ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എക്കാലവും ലോകത്ത് വിജയം കണ്ടിട്ടുള്ളത് നന്മയുടെയും ശരിയുടെയും വാഹകന്മാർ മാത്രമാണ്. തിന്മയുടെ ജനവിരുദ്ധതയുടെ ആളുകളും ഭരണകൂടങ്ങളും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എടുത്തെറിയപ്പെട്ട ചരിത്രം മാത്രമേ ലോകത്തിന് പറയാനുമുള്ളൂ. അതുകൊണ്ട് നാം ആരും പ്രതീക്ഷ കൈവിടേണ്ടതില്ല. ഈ രാജ്യത്തിന്റെ അധികാരികളായിട്ടുള്ള ഭരണാധികാരികൾക്കും അതേ അന്ത്യമാണ് കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. നമുക്ക് സമീപമല്ലെങ്കിലും അങ്ങ് കോഴിക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അറബിക്കടൽ നമുക്ക് എല്ലാവർക്കും കാണാം. ആ അറബിക്കടലിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ചരിത്രത്തിലെ ഏകാധിപതികളായിട്ടുള്ള ഭരണാധികാരികളുടെ സ്ഥാനത്തേക്കാണ് നാളെ നരേന്ദ്രമോദിയും അമിത്ഷായും എത്തുക എന്നുള്ള കാര്യത്തിലും നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല. This fight is to save our nation. The nation we were born. The nation our children were born. This nation where our father and grandfather were born. Nobody has the right to ask for a piece of paper to show whether you are a citizen of this country or not. If they come to us seeking the paper, asking for it, we'll tell them, no, we will not show you those papers. But these are two sides, well drenched out two sides that you find today. On one side, you have a handful of fascists and the majority, the other side, the nationalists. One side, you have the autocrats, and the other side, you have the democrats. This is a fight between truth and falsehood, and truth will always prevail. And I would like to remind you, this fragmented opposition to the Citizens Amendment Act should have a better size, a better shape in coming days. As a political party which is visible all over the country, Indian National Congress has a great legacy. They should see to it that they take up this duty of spreading this agitation all over the country and creating a scene where they have the BJP has no other way but to resign and go. This determination of the people, they should be spearheaded by a political movement which is there all over the country. The Indian National Congress should realize its responsibility. ലോകത്തെങ്ങുമുള്ള മനുഷ്യർക്ക് അവകാശമുണ്ട്. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വർത്തമാനം പറയാതെ രാജ്യത്തിൽ നിന്ന് അതിവേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമരത്തെ പറ്റി നമുക്ക് പറയാനാവില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് എത്രയോ ജനസഞ്ചയങ്ങൾ ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ട്. നമ്മളും അങ്ങനെ തന്നെയുള്ളവരാണ്. ഈ രാജ്യത്ത് ജനിച്ചവരും ഈ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്നവരും ഇവിടെ തന്നെ മരിക്കുന്നവരുമാണ്. നമ്മുടെ ഭാവി തലമുറയും അങ്ങനെ ആവുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. നമ്മുടെ മുൻ തലമുറകളും ഈ രാജ്യത്ത് ജനിച്ചവരാണ്,
ആളുകളാണ് ഈ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത് ഈ രാജ്യത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളാണ്. ഈ രാജ്യത്ത് ജനിച്ച് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആര് കടന്നു വന്നാലും അവരോട് നോ പറയാനുള്ള, ഇല്ല എന്ന് പറയാനുള്ള ധീരമായ നിലപാടെടുക്കാൻ രാജ്യസ്നേഹികളായിട്ടുള്ള മുഴുവൻ ആളുകളും തയ്യാറാവേണ്ട ഒരു ഘട്ടമാണ് നമുക്ക് മുന്നിലുള്ളത്. നമ്മുടെ പൗരത്വം ആവശ്യപ്പെട്ടുകൊണ്ട്, അതിന്റെ രേഖ ആവശ്യപ്പെട്ടുകൊണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, നിങ്ങളെ തേടി വരുമ്പോ അവനോട് നോ പറയാനും മനസ്സില്ല എന്ന് പറയാനുമുള്ള നിലപാടിലേക്ക് മാറിയെങ്കിലേ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് അന്തസ്സോടെ, അഭിമാനത്തോടെ, സൗഹൃദത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യവും നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ രാജ്യം വലിയ ഒരു സമരത്തിന്റെ മൂവ്മെന്റുമായി മുന്നോട്ട് പോകുമ്പോ നമ്മൾ കൂടുതൽ പ്രതീക്ഷയോടെയാണ് ഈ സമരത്തെ നോക്കിക്കാണുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളും ഐക്യപ്പെട്ടുകൊണ്ട് രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനാധിപത്യത്തിന്റെ പാതയിലുള്ള സമരത്തിൽ യോജിച്ചുള്ള പ്രക്ഷോഭത്തിന്റെ വഴികളിലേക്ക് ഈ രാജ്യം മാറേണ്ടതുണ്ട്. തീർച്ചയായും ഞാൻ പറയട്ടെ, രണ്ട് വിഭാഗങ്ങളായിട്ട് ഇന്ന് ഈ രാജ്യം വിഭജിക്കപ്പെടുകയാണ്. ഒരു ഭാഗത്ത് ഏകാധിപതികളായിട്ടുള്ള, തിന്മയുടെ അച്ചുതണ്ടുകളായിട്ടുള്ള ഈ രാജ്യത്തിന്റെ ഫാസിസ്റ്റ് ഭരണകൂടം, അവർ ഈ രാജ്യത്തെ ജനങ്ങളുടെ കണക്കെടുപ്പ് നടത്തുകയാണെങ്കിൽ അവർ വെറും ന്യൂനപക്ഷത്തെ മാത്രമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതിനും അപ്പുറത്ത് വലിയൊരു വിഭാഗം ഇന്ത്യ രാജ്യത്തുണ്ട്. ഈ രാജ്യത്തിലെ ജനാധിപത്യവാദികൾ, ദേശീയവാദികൾ, മതേതരത്വവാദികൾ, മഹാഭൂരിപക്ഷം വരുന്ന ആ മുഴുവൻ വിഭാഗങ്ങളും ഐക്യപ്പെട്ടുകൊണ്ട് വേണം ഈ സമരത്തെ മുന്നോട്ട് നയിക്കാൻ എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. കൂടെ ഒരു കാര്യം കൂടി ചേർത്ത് പറയട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിനും ഈ രാജ്യത്തെ വളർത്തുന്നതിനും ഏറ്റവും വലിയ സംഭാവന നൽകിയിട്ടുള്ള രാജ്യത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ കക്ഷിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ പ്രതിസന്ധിയുടെ നാളുകളിലും ഘട്ടത്തിലും വളരെ കൃത്യമായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതുണ്ട്. രാജ്യത്താകമാനം വളർന്നു വരുന്ന ജനാധിപത്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട്, അതിനെ ഏറ്റെടുത്തുകൊണ്ട്, ആ പ്രക്ഷോഭത്തെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ധിക്കാരികളായ ഭരണാധികാരികളെ രാജ്യത്തിന്റെ സ്ഥാപനത്തിൽ നിന്നും പുറന്തള്ളുന്നവരെയുള്ള മുന്നേറ്റത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും നിർവഹിക്കുമെന്നും നമ്മളെല്ലാവരും തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ്. And all know, when the fascist regime of Nazi Germany came into being, Hitler was elected Chancellor of Germany. When he came, he said, Jews have nothing to fear. The same thing, the same words were repeated by Amit Shah in the Raj Sabha. Let me tell you, we the people of this country have come over fear, and we the Muslims fear nobody but the Creator. You should know that. But the resemblance between what happened in Nazi Germany in 1920s and 1930s and what is happening today in India is very similar. And they are replicating, although they will not see victory. But I would like to tell you, who feel there's certain sections who feel they are not going to be affected by this. Only the Muslims are going to be defranchised and made into second-class citizens. No, my dear friends, it is not like that. You see the Nazi Germany of the 11 million that were killed. 11 million or 13 million? Somewhere around 11 million people were killed in the Nazi Germany, out of which only 5 million were Jews. The remaining 6 million were leftists, free thinkers, socialists, Democrats, ordinary people, Christians, all of them died. So, don't think that you are safe here. Don't think it's only Muslims that are going to be affected. And finally, I am reminded of a couplet. My friend is not so well versed in Urdu. I will explain to him. I remember the famous couplet of Rahat Indori. Rahat Indori says, Sabhi ka khoon hai shamil yahan ki mitti mein. This sand that you see here, everybody's blood is there in that. You can't separate the Muslim blood from Hindu blood, the Hindu blood from Christian blood. All religious blood are brought together in this sand, the sacred sand of my country, Hindustan. Sabhi ka khoon hai shamil yahan ki mitti mein.
तुम्हारे बाप का हिंदुस्तान थोड़ी है. This is not your father's Hindustan, BJP. This is not your father's Hindustan, Narendra Modi. This is not your father's Hindustan, Amit Shah. വർത്തമാനകാല ഇന്ത്യയുടെ ചരിത്രം പറയുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ആവർത്തിച്ചു പറയേണ്ട കാര്യം 1930കളിൽ ജർമ്മനിയിൽ ഭരണം നടത്തിയിട്ടുള്ള നാസി ഭരണത്തോട് ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണത്തിലുള്ള സാമ്യത തന്നെയാണ്. നമ്മൾ ആവർത്തിച്ച് ആ സാമ്യത ഈ രാജ്യത്തെയും ലോകത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക തന്നെയും വേണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അറിയണം, ആദ്യമായിട്ട് ജർമ്മൻ ചാൻസലറായിട്ട് ഹിറ്റ്ലർ അധികാരത്തിൽ വന്നപ്പോ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ, അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ജൂതന്മാരെ ജർമ്മനിയിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന്റെ മുന്നേയും ഓരോ ഘട്ടത്തിലും ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോ ഒറ്റപ്പെട്ട എതിർപ്പുകൾ ഉയർന്നു വന്നപ്പോഴൊക്കെ ഹിറ്റ്ലർ പറഞ്ഞുകൊണ്ടിരുന്നു, എന്തിനാണ് ജൂതന്മാർ പേടിക്കുന്നത്, അവർ ഭയപ്പെടേണ്ടതില്ല എന്ന് ആവർത്തിച്ച് ഹിറ്റ്ലർ പറഞ്ഞ കാര്യം നാം ഓർക്കുകയാണ്. സമാന രീതിയിൽ തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് കയറി പറയുകയാണ്, ഈ രാജ്യത്തിലെ മുസ്ലിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നമ്മൾ പറയുകയാണ്, ഈ രാജ്യത്തിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ജനാധിപത്യവാദികൾ ഒരിക്കലും അമിത്ഷായും നരേന്ദ്രമോദിയും ഭയപ്പെടുമെന്ന് ആരും കരുതേണ്ടതില്ല. ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. അവരെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരല്ല ഈ രാജ്യത്തിലെ മുസ്ലിങ്ങൾ എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുന്നതിന് കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഒന്നുകൂടി പറയട്ടെ, ഈ നിർണായക ഘട്ടത്തിൽ രാജ്യം ചരിത്രപരമായിട്ടുള്ള ജനാധിപത്യ പോരാട്ടം നടത്തുമ്പോ ആ പോരാട്ടത്തിൽ പങ്കാളികളാവാതെ ഇത് ഞങ്ങളെയൊന്നും ബാധിക്കുന്നതല്ല, ഇത് എന്നെ ബാധിക്കുന്നതല്ല എന്ന് വിചാരിച്ച് ആരെങ്കിലും ഈ സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന കാര്യം കൂടി ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നാം മറന്നുപോയിട്ടില്ല, ജർമ്മനിയിൽ ഹിറ്റ്ലർ ഏതാണ്ട് 10 ലക്ഷത്തോളം ജനങ്ങളെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കിയപ്പോ അന്ന് കൊല്ലപ്പെട്ടതിൽ ഏതാണ്ട് പകുതിയോളം പേർ മാത്രമേ ഉണ്ടായിരുന്നു ജൂതന്മാരായിട്ടുള്ള ആളുകൾ. ജൂതന്മാർക്കല്ലേ പ്രശ്നം വരുന്നത് എന്ന് പറഞ്ഞ് മാറി നിന്ന ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ആ ജനവിഭാഗങ്ങളെയും എല്ലാം തന്നെ, കത്തോലിക്കരെയും ഇടതുപക്ഷക്കാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ജനാധിപത്യവാദികളെയും എല്ലാവരെയും കൊന്നു തീർത്തതിനു ശേഷമേ അന്ന് ഹിറ്റ്ലർ പിൻവാങ്ങിയിട്ടുള്ളൂ എന്നുള്ള ചരിത്രവും നാം മറന്നു പോകരുത്. സമാനമായ സാഹചര്യത്തിലേക്കാണ് ഈ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം അവർ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിങ്ങളെയാണെങ്കിൽ അതുകൊണ്ട് അവർ അവസാനിപ്പിക്കുമെന്ന് നാം ആരും കരുതേണ്ടതില്ല. ഇത് ഫാസിസത്തിന്റെ വഴികളാണ്, ഫാസിസത്തിന്റെ സമാനമായ സ്വഭാവവുമാണ്. ലോകത്തിന് മുന്നിൽ നമുക്ക് സമാനമായ ചരിത്രവുമുണ്ട്. ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പാഠം പഠിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ നാളെയും ഓരോരുത്തരെയായിട്ട് ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ രാജ്യത്ത് യഥാർത്ഥമായിട്ടുള്ള ഫാസിസത്തിന്റെ ഭരണത്തിലേക്ക് ഈ രാജ്യത്തെ ഈ ഭരണാധികാരികൾ കൂട്ടിക്കൊണ്ടുപോവുക എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് മാറി നിൽക്കുക എന്നതിനും അപ്പുറത്ത് കൂടിച്ചേർന്നുകൊണ്ട് ഒന്നായി നിന്നുകൊണ്ട് ഈ രാജ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമരത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോകേണ്ടതുണ്ട് എന്ന കാലിക പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. And my friend Kunya Ahmed Sahab, Asghar Sahab, I want him to speak. He is such a wonderful speaker. Although I can speak to you for hours together, but with a few words I wish to conclude. On one occasion, when Lord Mountbatten, who was the Governor General of India, he went to Sabarmati Ashram. When he went to Sabarmati Ashram, Mahatma Gandhi ji was busy with 2 villages settling the dispute. Lord Mountbatten had to wait. He waited for 1.5 hours. And finally, when Bapuji came, he said, Bapuji, with all respect, politely he said, Bapuji, I am the Governor General of the nation. I am the Governor General of this nation. For which Bapuji replied, instantly he replied, but the nation belongs to them. Spontaneous reply. And on another occasion, after the formation of India, a journalist came and asked Mahatma Gandhi, what will be
what will be the priority of the Indian nation? Bapuji replied, to wipe the tears from the eyes of every Indian who's underprivileged. Today, we want the Mahatma. Today, we need a Gandhi. These forces of fascism, with their handguns, they have only physically able to eliminate Mahatma Gandhi. But today, the students of universities who have come out on the roads all over the country make me proud and believe that soul of Mahatma Gandhi, the spirit of Mahatma Gandhi's ideology has not been wiped out of this country. There is hope, and hope is what we all seek. And we should stand united, remain resilient, and work towards a strong democratic India. These people of hate will go and certainly go, but united we stand, and divided we'll fall. Therefore, I request upon all my brothers and sisters of India to come united under one slogan of our flag and our national anthem. That is what we have to look forward. May success come to us, and may the forces of falsehood and hate perish. Wa akhir dawana alhamdulillahi rabbil alamin. Assalamu alaikum wa rahmatullahi wa barakatuh. ഏറ്റവും പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി ഫാസിസ്റ്റ് ഭരണകൂടം ശ്രമിക്കുമ്പോ, ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ എന്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് പ്രശസ്തനായിട്ടുള്ള ഉറുദു ചിന്തകന്റെ, അത് കവിയായിട്ടുള്ള കവിയുടെ ഏതാനും വാക്കുകളാണ്. അദ്ദേഹം ഒരിക്കലും പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈ രാജ്യത്തിന്റെ ഒരു പടി അദ്ദേഹത്തിന്റെ ദേശസ്നേഹത്തിന്റെ മഹത്തായ വിളംബരം നടത്തിക്കൊണ്ടുള്ള ഒരു കവിതയിൽ ആ ഉറുദു കവി പറയുന്നുണ്ട്, നിങ്ങളെങ്ങാനും ഈ രാജ്യത്തിൽ നിന്ന് ഒരു പിടി മണ്ണ് നിങ്ങളുടെ കൈകളിലേക്ക് എടുത്ത് നിങ്ങളൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ, മണത്ത് നോക്കിയാൽ, അവിടെ നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ കഴിയുക ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ രക്തത്തിന്റെ മണമായിരിക്കില്ല, മറിച്ച് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും അവരെ ത്യാഗം നടത്തി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ രാജ്യം. ഈ രാജ്യത്തിന്റെ ഒരു പിടി മണ്ണ് നാം എടുത്തൊന്ന് സ്മെല്ല് ചെയ്യുമ്പോഴും നമ്മുടെ മൂക്കിലേക്ക് നമുക്ക് സ്മെല്ല് ചെയ്തെടുക്കാൻ കഴിയുന്നതും മനോഹരമായിട്ടുള്ള ആ കൂട്ടുചേർന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള ചിത്രമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആ കവിയെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങളുടെ മുൻഗാമികളല്ല ഈ രാജ്യത്തെ ഉണ്ടാക്കിയത്, മറിച്ച് ഈ രാജ്യത്തിലെ മതേതരവാദികളായിട്ടുള്ള, ഈ രാജ്യത്തിലെ ജനാധിപത്യവാദികളായിട്ടുള്ള ആളുകളും അവരുടെ മുൻഗാമികളും ചേർന്നിട്ടാണ് ഈ രാജ്യത്തെ ഉണ്ടാക്കിയതും രൂപപ്പെടുത്തിയതും. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന വർത്തമാനം കേട്ട് ജനാധിപത്യത്തിന്റെ സമരത്തിൽ നിന്ന് ജനങ്ങൾ പിന്മാറിപ്പോകുമെന്നും നിങ്ങൾ കരുതേണ്ടതില്ല. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, സ്വാതന്ത്ര്യത്തിന്റെ ഏതാനും നാളുകൾക്ക് മുന്നെയാണ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിട്ടുള്ള മൗണ്ട് ബാറ്റൺ ഒരിക്കൽ ഗുജറാത്തിലെ സബർമതിയിലെത്തിയിട്ട് ഗാന്ധിജിയെ കാണാൻ വന്നത്. ഗാന്ധിജിയെ കാണാൻ വന്നപ്പോ അദ്ദേഹം അല്പം അകലെയുള്ള 2 ഗ്രാമങ്ങളിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി അവരുമായി സംഭാഷണത്തിലായിരുന്നു. ഗാന്ധിജിയെയും കാത്ത് മൗണ്ട് ബാറ്റൺ ഇരുന്നു അദ്ദേഹത്തിന്റെ വസതിയിൽ 1.5 മണിക്കൂറിലധികം. ഗാന്ധിജി തന്റെ ദൗത്യം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മിസ്റ്റർ മഹാത്മാഗാന്ധിജിയോട് വളരെ ബഹുമാനത്തോടെ അഭിസംബോധന ചെയ്തതിനു ശേഷം മൗണ്ട് ബാറ്റൺ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ അറിയണം, ഞാൻ ഈ രാജ്യത്തിന്റെ ഗവർണർ ജനറലാണ്, നിങ്ങളെ കാണാൻ ഞാൻ ഏറെ നേരം ഇവിടെ കാത്തിരുന്നു എന്ന് മൗണ്ട് ബാറ്റൺ പറഞ്ഞപ്പോ അദ്ദേഹത്തോട് മഹാനായ ഗാന്ധിജി പറഞ്ഞ മറുപടിയുണ്ട്, അവരുടേതാണ് ഈ രാജ്യം,
മൗണ്ട് ബാറ്റന്റെതല്ല, ഈ ഗവർണർ ജനറലിന്റെതല്ല, മറിച്ച് ഞാൻ സംസാരിക്കാൻ പോയ സാധാരണക്കാരായ ജനങ്ങളുടേതാണ് ഈ രാജ്യമെന്ന് ഗാന്ധിജി പറഞ്ഞ മറുപടിയുണ്ട്. മറ്റൊരിക്കൽ പ്രശസ്തനായിട്ടുള്ള പത്രപ്രവർത്തകനുമായി സംസാരിക്കുമ്പോഴും ഗാന്ധിജി അടിവരയിട്ട് പറഞ്ഞ കാര്യം, ഈ രാജ്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ കോടാനുകോടി വരുന്ന ഗ്രാമങ്ങളിലെ സാധാരണക്കാരുടേതാണ് ഈ രാജ്യമെന്ന് ആ പത്രപ്രവർത്തകനോട് പറഞ്ഞതും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്നത് ഗാന്ധിജി മരിച്ചു പോയിട്ടില്ല, ഗാന്ധിജി ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ഗാന്ധിജിയെ നിങ്ങൾ എടുത്തത് ഭൗതികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ശരീരത്തെ മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ന് രാജ്യത്തിന്റെ കലാലയങ്ങളിലും യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഉയരുന്ന പ്രതിഷേധവും സമരവും ഒരു കാര്യം വിളിച്ചു പറയുന്നുണ്ട്, ഗാന്ധിജി നമ്മുടെ കൂടെ തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മാവും അദ്ദേഹത്തിന്റെ നിലപാടും ഈ രാജ്യത്തിനായി നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയെ മുൻനിർത്തിക്കൊണ്ട്, ഗാന്ധിജിയുടെ സമാധാനത്തിന്റെ വഴികളെ നിലനിർത്തിക്കൊണ്ട് സമരത്തിൽ നമുക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട്. നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും വിജയം നമുക്കുള്ളതാണ്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയക്കാർക്ക് എക്കാലവും ഈ രാജ്യത്ത് ഭരണം നടത്താൻ കഴിയില്ല. അവർ ചരിത്രത്തിൽ നിന്ന് അവരെ തിരസ്കരിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. പക്ഷേ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. ഒന്നിച്ചിട്ടാണ് ഈ ജനാധിപത്യ പ്രക്ഷോഭത്തിൽ നാം മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് പ്രതീക്ഷയുടെ നാളുകളാണ് വരാനിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇങ്ങനെ തന്നെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യും. അതല്ല നമ്മൾ ഭിന്നിപ്പിന്റെ വഴികളിലേക്കാണ് ഈ രാജ്യത്തെ മതേതര ശക്തികൾ പോകുന്നത് എങ്കിൽ ഈ രാജ്യത്തിന്റെ സമ്പൂർണമായിട്ടുള്ള തകർച്ചയും നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഇന്ത്യ നിലനിർത്തുന്നതിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നമുക്കൊന്നായി മുന്നോട്ട് പോകാം. തീർച്ചയായും ശോഭനമായിട്ടുള്ള അങ്ങേയറ്റം സൗഹൃദം പൂത്തുലയുന്ന ഒരു ജനാധിപത്യ ഇന്ത്യ വീണ്ടും നമുക്ക് സ്വപ്നം കണ്ടുകൊണ്ടുള്ള പോരാട്ടത്തിൽ നമുക്കൊന്നായി മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നിങ്ങളെല്ലാവരും അഷ്കർ ഫറൂഖിന്റെ പ്രസംഗത്തെ കൂടി ആഗ്രഹിക്കുന്നുണ്ട് എന്നറിയുന്നത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.